നമസ്കാരം തമ്പി സാർ. നമസ്തേ. നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു രോഗഭീതിയിലാണ്. നമ്മൾ കേരളം വീണ്ടും നിപ്പ വന്നു, വീണ്ടും നിപ്പ. അതൊരു ശരിക്കും ഒരു എന്തെങ്കിലും ഒരു ക്രിയേറ്റഡ് സംഭവമാണോ? ഒരു എന്താണ് സാർ അതിനകത്ത് ശരിക്കും ഒരു സത്യം എന്താണ്? കളിയാണോ കാര്യമാണോ? സംശയമില്ലാത്ത കാര്യമല്ലേ. കൊറോണ മുതൽ ഇങ്ങോട്ട് ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഏത് കുട്ടിക്ക് അറിയാൻ വയ്യാത്? LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. കറക്റ്റ് ഒരു സ്പോട്ടിൽ തന്നെയാണല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആരോഗ്യം, ഞാൻ സ്വാർത്ഥനാവുമ്പോൾ മറ്റുള്ളവർ ചത്താലും വേണ്ടില്ല, ഞാൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഭീരുത്വത്തിൽ നിന്നും അത് ഏറ്റവും കൂടുതലുള്ള മലയാളിയെ അവർക്ക് കറക്റ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇതിനെതിരെ കുറേ സമരങ്ങൾ നടത്തിയതാണ്. ഈ നിരന്തരം ഇപ്പോഴും സമരത്തിലാണ്. അതുപോലെ ആരോഗ്യ ബില്ല്, നിങ്ങളിപ്പോഴത്തെ ആരോഗ്യ ബില്ലിൻ്റെ കാണാച്ചരടുകൾ നോക്കൂ. ഈ വിമർശനങ്ങൾക്ക് പോലും നമ്മളെ വന്ന് അറസ്റ്റ് ചെയ്യാം. അതായത് അലോപ്പതിക്കാരന് മാത്രമായിട്ട് കുത്തക കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിനെയാണ് ഈ ആരോഗ്യ ബിൽ കൂടെ ഇവിടെ നേടിയെടുത്തത്. അതൊരു ജനാധിപത്യ രാജ്യത്തും പറ്റാത്ത രീതിയിൽ കൂടെ, ജനാധിപത്യ ധ്വംസനത്തിൽ കൂടെയാണ് നേടിയെടുത്തത്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർ മീനിങ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുമെന്നല്ലേ? ആണോ? തീർച്ചയായിട്ടും. ഇവിടെ സെൻട്രലോ സ്റ്റേറ്റിലോ ഭൂരിപക്ഷം ആളിലാണോ ഭരിക്കുന്നത്? 30% താഴെ അല്ലാണല്ലോ ഇവർക്ക് വോട്ട്. അപ്പോൾ 70% ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? എവിടെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന് കുറേ രാഷ്ട്രീയ തൊഴിലാളികളും പൊളിറ്റിക്സും ട്രേഡ് യൂണിയനും കൊണ്ട് റൂയിൻഡായ ഒരു രാജ്യമാണ് ഇന്ത്യ, പ്രത്യുത കേരളം. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നൊരു വാക്കല്ല, ഫാക്റ്റാണ്. 300%, 100% ഇല്ല, 300%. അപ്പോൾ സാർ മരുന്ന് മാഫിയയുടെ കളിയാണോ? മരുന്ന് മാഫിയാണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാൻ ഞാനൊരു സാധനം ഇട്ട് വരാം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് ഞാൻ സംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ജനങ്ങളുടെ മൊത്തം ആരോഗ്യത്തിൻ്റെ കുത്തകയാണെന്ന് പറയുന്ന അവരുടെ ഫസ്റ്റ് ചാർട്ടർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളെൻ്റെ ചാർട്ടർ മെമ്പറായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് വന്ന് കാണിക്കുന്ന ഒരു ആവാസ തരത്തിനും എന്നെ നിങ്ങൾക്ക് ക്രിമിനൽ കേസിൽ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതൊരു ലോജിക്കാണോ? അപ്പം നിങ്ങൾ മര്യാദയോട് കാണിക്കുമെന്ന് തന്നെയല്ലേ പറയുന്നത്. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അയ്യപ്പദാസൻ്റെ വീട്ടിൽ വരും, ഞാൻ അപരാധിക്കും, എല്ലാം കാണിക്കും, പക്ഷേ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ കൺസെൻറ്റ് എഴുതി മേടിച്ചിട്ട് എന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം തോന്നും. അത് പറയൂ, നിങ്ങൾ പറയൂ, പച്ച മലയാളത്തിൽ പറയൂ. അതൊരു സാമാന്യ നീതിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ശരിയാണ്, കറക്റ്റ്. സ്ലേവറി ഉള്ള രാജ്യത്ത് പോലും ഇല്ലാത്ത നിയമമല്ലേ? അതായത് 18-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ അടിമകളെ ആക്കിയിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു നീച സംസ്കാരം ഉണ്ടോ? നിങ്ങളതിൻ്റെ ആ ടേംസ് വായിച്ചു നോക്കൂ. അത് മാത്രമല്ല, ഞാൻ പറയുന്ന എല്ലാ നിയമങ്ങളും നിങ്ങൾ പാലിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പിടിച്ച് ജയിലിലിടുമെന്നും അങ്ങനെ ക്ലാസ് കൊണ്ടുണ്ട് അതിനകത്ത്. നമ്മളെത്ര അപ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത? എവിടെയാണ് നാം നിൽക്കുന്നത്? പിന്നെ നിങ്ങൾ എപ്പോഴും ഓരോ പാവപ്പെട്ട പക്ഷികളെ, പാവപ്പെട്ട മൃഗങ്ങളെ ചേർത്ത് പറയുന്നു. ഇപ്പോൾ വവ്വാലിന് ഇതും നമ്മുടെ കൊറോണയും അങ്ങനെ തന്നെ അല്ലെന്ന്. എൻ്റെ സാറേ, ഞാൻ ചോദിക്കുന്നത്, ഈ വവ്വാലിനെയൊക്കെ കംബോഡിയയിലും ഒക്കെ മാർക്കറ്റിൽ വിൽക്കുന്ന ഇറച്ചിക്കടയിലായിട്ട് ഇത്രയും മലയാളികളെ ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, നമുക്ക് ഷണ്ടത്വം ബാധിച്ചിരിക്കുന്നു, പ്രതികരണശേഷി നഷ്ടപ്പെട്ടു. 10,000-കണക്കിന് പക്ഷിമൃഗാദികളെയാണ് ഈ കുട്ടനാട് കൊന്നുകൊള്ളുന്നത്, താറാവിനെ. ഇവരുടെ സിമ്പിൾ സയൻസ് നോക്കൂ. അവർ മുട്ട മുതൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ കൊടുത്ത് എടുക്കുന്ന മുട്ടയിൽ നിന്ന് ഹാച്ചർ ചെയ്യുന്ന, വിരിച്ചെടുക്കുന്ന കോഴി താറാവ് കുഞ്ഞുങ്ങളെ ഇമ്മ്യൂൺ ചെയ്തിട്ടാണല്ലോ അവർ പുറത്തുവിടുന്നത്. അതിന് പിന്നെ രോഗം വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഇമ്മ്യൂൺ ചെയ്യുന്നതിനകത്ത് അർത്ഥമുണ്ടോ? പക്ഷിപ്പനി. ഞാൻ അത് തന്നെ ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വരാതെ വളരെ സ്പെസിഫൈഡ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന മുട്ടകളിൽ ആദ്യം മുതൽ തന്നെ വിരിയുന്നതിന് മുമ്പ് തന്നെ, അതായത് ഗർഭാശയത്തിൽ മുതൽ നിങ്ങൾ ഇമ്മ്യൂണെ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് പിന്നെ അസുഖം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ മരുന്ന് തരുന്നതിന് എൻ്റെ ഭാഷ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സംസ്കാരത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമെന്നിരിക്കും. അപ്പോൾ ഇതൊരു തരം അത് വളർന്നു വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ലേ? സാഹചര്യങ്ങളനുസരിച്ചല്ലേ രോഗം ചിലപ്പോൾ. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പ്രതിരോധ ശേഷി ആദ്യം വെച്ച ശേഷി തന്നെ ഉണ്ടാവണമെന്നാണോ സാർ പറയുന്നത്?
എൻ്റെ സുഹൃത്തെ, ഉം. നമ്മുടെ സാധാരണ മനുഷ്യൻ ഇങ്ങനെയാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ സമയത്ത് വീണിട്ട് നമ്മുടെ ഈ പെൽവിക് ബോൺസിൽ, മാതാവിൻ്റെ പെൽവിക് ബോൺസിൽ ഇങ്ങനെ വീണ് ഒരു പ്രഷറിൽ ആണ് ഈ 4 ബോൺസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉറയ്ക്കുന്നത്. അങ്ങനെ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് തല മുതൽ അകത്ത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയെ എടുത്ത് മുല കൊടുക്കും. ആ മുലയിലുണ്ടാവുന്ന കൊളസ്ട്രോൾ അതിൻ്റെ അപ്പുറം ഒരു ഇമ്മ്യൂൺ ലോകത്തില്ല. ഇല്ല, ശരിയാ. അത് മധുരമുള്ള പാലല്ല. അതെ അതെ. അപ്പൊ പ്രകൃതി നമുക്കെല്ലാം തന്നിട്ടുണ്ട്, പ്രതിരോധ ശേഷി തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ പുച്ഛിച്ച് അനാവശ്യമായ രീതിയിൽ കൂടെ സിസേറിയനും മറ്റുമൊക്കെ ചെയ്ത് ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് പ്രകൃതിയെ ദോഷപ്പെടുത്തിയിട്ട് ഇതൊക്കെ ശാസ്ത്രമാണ്, ശാസ്ത്ര വിജയമാണെന്ന് പറയുന്നത്. ഒരു തുള്ളി രക്തം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പുച്ഛിക്കല്ല, ശാസ്ത്രത്തിൻ്റെ പേരിൽ നടക്കുന്ന പാവപ്പെട്ടതിൻ്റെ പുറത്തുള്ള തട്ടിപ്പാണ്. ഇവർ മരുന്ന് കൊടുത്ത ആളുകളെ കൊല നടത്തുകയാണ്. ഈ കൊറോണ വാക്സിൻ തന്നെ നമ്മൾ ഒഫീഷ്യലി ICMR നമ്മൾ ലെറ്റർ അയച്ചതാണ്. റൈറ്റ് ഓഫ് ഇൻഫർമേഷനിൽ ഐസോലേറ്റ് ചെയ്ത കൊറോണ വൈറസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി WHO ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അന്യൊരുത്തം പറഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛനാണെന്ന് ഞാൻ അറിയേണ്ടത്? ആണോ? നിങ്ങൾ അതിനൊരു മറുപടി പറയൂ. നിങ്ങളിങ്ങനെ തലയാട്ടാതെ. അല്ല, അത് മനസ്സിലായി എനിക്ക്. നമ്മൾ തന്നെയാണ് നമ്മളെ കുറിച്ച് പറയേണ്ടത്. അവൻ നമ്മുടെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാം വിദേശി തരുന്നതാണ്. അവൻ്റെ പ്രോട്ടോകോൾ നമ്മൾ എന്തിനു പാലിക്കുന്നു? 148 കോടി അല്ലെങ്കിൽ ലോകത്തെ ഒന്നാം ജനസംഖ്യയുള്ള രാജ്യം, അവർ ഡീപോപ്പുലേഷൻ അജണ്ടയാണെന്ന് പരസ്യമായിട്ട് ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഡീപോപ്പുലേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ടെങ്കിലും കുറയ്ക്കേണ്ടി വരും. ആർക്ക് വേണ്ടി? കാര്യം ഇവിടെ ദർ ഈസ് എവറിത്തിങ് ഫോർ യുവർ നീഡ്സ് ബട്ട് നോട്ട് ഫോർ യുവർ ഗ്രീഡ്. അപ്പോൾ അതിന് അവർ പറയുന്ന എന്ത് ശാസ്ത്ര പുരോഗതി? മൊബൈൽ ഉപയോഗിക്കുന്നു. നമ്മളിത് നടത്തുന്ന ഇൻ്റർവ്യൂ പോലും ജനങ്ങൾ കാണുന്നത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലല്ലേന്ന്. എത്ര ശതമാനം ആളുണ്ട് ഈ നാഷണൽ ഹൈവേയും ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്? 15% താഴെ ആളുകളേ ഉള്ളൂ. 80% ആളുകൾ സാധാരണ കർഷകനാണ്. അവൻ പ്രകൃതിയായിട്ട് ഇഴകിച്ചേർത്ത് ജീവിക്കുന്നവനാണ്. അതായത് നിങ്ങളിപ്പം ആന്ധ്രയിലും അങ്ങനെയുള്ള ഹരിയാനയിലൊക്കെ ഉൾപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അന്ന് ബാൻ ചെയ്ത നോട്ടുകളാണ് ഇന്നും അവർ ക്രയവിക്രയം ചെയ്യുന്നത്. ഞാനിത് അതിശയോക്തി കൊണ്ട് പറയല്ല, ഞാനിതൊക്കെ പോയി അറിഞ്ഞവനാണ്. കാര്യം അവർ മണ്ണിൽ പണിയെടുക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെ അവർ അന്തകവിത്ത് കൊണ്ട് തടയാൻ പോകുന്നുണ്ട്. അതായത് ജന്മി വന്ന് തീരുമാനിക്കും, അവൻ വിത്ത് തരും, നീ ഇട്ടോണം, അവൻ പറയുന്ന ഈൽഡ് കൊടുത്തോണം. നമ്മൾ സബ്ജക്റ്റ് ഇത് മാറിപ്പോകല്ലേ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് വേൾഡ് അജണ്ട ഇവിടെ നടപ്പിലാക്കി നമ്മളെ അടിമകളാക്കുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പുറത്ത് യാതൊരു വേറെ അജണ്ടയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ആ 3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ എവിടെയോ ഒരാൾക്കൊരു അസുഖം വന്നപ്പോഴത്തേക്കും അതിനെ ട്രേസ് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. നാണമില്ലേ? ഉടനെ അവർ മാസ്ക് വെക്കാൻ പറയുന്നു. മാസ്ക് വെച്ചാൽ ഹൈപ്പോക്സി ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് ഭീരുത്വം ഉണ്ടാവുമെന്നും പ്രൂവണാണ്. ഞങ്ങൾ കേസ് കൊടുത്തുള്ള കാര്യങ്ങളല്ലേ. അതായത് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ഛ്വസിക്കുന്ന അത് തന്നെ തിരിച്ച് ശ്വസിക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്സിജൻ ഡെഫിഷ്യൻസി വരുമെന്നും. അപ്പോൾ എന്നിട്ട് പറയാം പോലീസിൻ്റെ ചുമതലയാണ്. എന്തോ ക്രമസമാധാനം തടസ്സപ്പെടുന്നുണ്ടോ നിങ്ങൾ മാസ്ക് വെച്ചില്ലെങ്കിൽ? നിങ്ങളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് നിങ്ങളെക്കാട്ടി കൂടുതൽ കൺസേൺ ചെയ്യുന്ന ആരാ? ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഞാൻ എന്ത് ചികിത്സ എടുക്കണം, ഞാൻ ആരെക്കൊണ്ട് ചികിത്സിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് ഇവർ പറയുന്നതല്ല. അപ്പൊ ഈ കൊറോണ എന്ന് പറയുന്നത്, നമ്മളിപ്പോ കോവിഡ് എന്ന് പറയുന്നത് ശരിക്കും ആ മരുന്ന് കുത്തിവെച്ച് കുറെ ആൾക്കാർ മരുന്ന് കുത്തിവെച്ച് ആളിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവിടെയും ഈ ഭരണാധികാരികൾ നമ്മളെ ചതിക്കുന്നു. കാര്യം അവർ അന്താരാഷ്ട്ര തലത്തിൽ കൊറോണ വാക്സിൻ കുത്തിവെച്ച മരണമാണെങ്കിൽ AEFI അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ അനുസരിച്ച് നഷ്ടപരിഹാരം കോടികൾ കൊടുക്കും. അത് നോംസ് എഴുതി വെച്ചേക്കുന്ന. അപ്പോഴും ഇവർ പോയിട്ട് അന്തസ് കെട്ട വർത്താനം കോടതി പറഞ്ഞ് ഒരുത്തനെ പോലും നമ്മൾ നിർബന്ധിച്ചിട്ടില്ലെന്ന്. അതെ, മരുന്ന് കുത്തിവെക്കാൻ നിർബന്ധിച്ചിട്ടില്ല. ഇവർ ക്യൂ നിന്ന് വന്ന് കുത്തിവെച്ചതാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന്. അതും വാക്സിൻ അല്ല,
കാര്യം ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. 10 വർഷം എടുക്കും ഒരു R&D ചെയ്തൊരു ഇത് തട്ടിക്കൂട്ട്. അതിന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് വാക്സിൻ, ഇറ്റ് ഈസ് എ ട്രയൽ ആൻഡ് വി ഹാവ് ഗോട്ട് നോ റെസ്പോൺസിബിലിറ്റി എന്ന്. പിതൃത്വം ഏറ്റെടുക്കാത്ത ഒരു സാധനത്തിനെ അടിച്ചേൽപ്പിച്ചിട്ട് അതുമൂലം മരിച്ചാൽ ഒരു അഡ്വേഴ്സ് ഇവന്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഉള്ള ധാർമ്മികതയില്ലാത്ത ഇവരൊക്കെ എന്തിനാണ് ഈ ഭരണകർത്തൃ കടിച്ചു തൂങ്ങുന്നത്? അട്ടയെക്കാട്ടി കഷ്ടമായിട്ട്. നികിഷ്ടമാണ്. കർമ്മഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും, ഒരു സംശയം വേണ്ട. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ അനുഭവിച്ചു. ഇന്നിപ്പോൾ ലാലു പ്രസാദ് യാദവും അവൻ്റെ മക്കളും പരമ്പരാഗത എല്ലാം ഇന്ന് ജയിലിലാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ അറുമാദിച്ചിട്ട് നിങ്ങൾ ഒരു സത്യത്തിൻ്റെ പുറത്താണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളും ഞാനും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവനെ പറ്റിച്ച് നിങ്ങൾ സൗഭാഗ്യത്തിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും ഇന്നത്തെ ആരോഗ്യത്തിൻ്റെ പുറത്തുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ഇവിടെ കൊണ്ട് തന്നെ തീരും, ഒരു സംശയം വേണ്ട. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെ സാധാരണ രീതിയിൽ കൂടെ ഇത് ശരിക്കും ഒരു ക്രിയേറ്റഡ് സ്റ്റോറി ആയിരുന്നു. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ലോകത്ത് നടപാടുന്നത്. അതിൽ ഏറ്റവും ആളുകളെ ചൂഷണം ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്താണ്. അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഇവിടെയാണ്. മറ്റുള്ളവനൊക്കെ ദാരിദ്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞ 900 വർഷമായിട്ട് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ജനസംഖ്യ കൂടുതൽ എന്ന് പറയുന്ന ഇന്ത്യക്ക് ജനസംഖ്യ കൂടുതലാണ്. ഇന്ത്യയിൽ എവിടെ ജനസംഖ്യ കൂടുതൽ? ഇന്ത്യയിൽ ഞാൻ പറയട്ടെ, ഇന്ത്യയിലുള്ളവനൊക്കെ കഴിക്കാനുള്ള ഒരുത്തം പോലും പട്ടിണി കിടക്കുന്നില്ല ഇവിടെ. അഥവാ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എത്ര കോടി ആളുകളാണ് അവിടെ ഒരു 3 വർഷം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ട് കൊടുത്തത്. എന്നിട്ടും അതായത് അന്തസ് കെട്ട ഈ സർക്കാർ കള്ളക്കണക്കാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നാണമില്ല ഇവനൊക്കെ. മനുഷ്യരാണ് ഇവരൊക്കെ. അല്ല, ഇത്രയും ലോകാരോഗ്യ സംഘടനയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല. നമ്മൾ പത്തനംതിട്ട ഹോസ്പിറ്റൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നിങ്ങൾ പറയും ഇവിടെ പല ഹോസ്പിറ്റലുകളിലും ബെഡില്ല, പിന്നെ ശവം തുണി പോഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങൾ എൻഡോസൾഫൻ അങ്ങനെ മൊത്തത്തിൽ ഇവര് വെടക്കാക്കി തനിക്കാക്കിയിട്ട് മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി നമ്മുടെ ഒരു സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കുകയാണ്. അതായത് ഒരു വലിയൊരു പാത്രത്തിനകത്ത് പച്ച ഉറുമ്പും കറുത്ത ഉറുമ്പും കൂടെ ഒരുമിച്ച് ഇങ്ങനെ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാത്രം ഭീകരമായിട്ട് കുരുക്കിയാൽ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ കടിച്ചാവും. അതായത് ഈ ഫോഴ്സ് എവിടെ നിന്നാന്ന് അവർക്കറിയില്ലല്ലോ, ഇതെവിടുന്നാ വന്നതെന്ന് അവർക്കറിയില്ലല്ലോ. എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ പാവപ്പെട്ട പോലീസുകാരുടെ പുറത്ത് കുതിര കയറുന്നു. മനസ്സിലായില്ലേ? ഈ ലോവർ ലെവലിലുള്ള ആരോഗ്യസേനയുടെ പുറത്ത് കുതിര കയറുന്നു. ഇതൊക്കെ ഉണ്ടാക്കി പടച്ചുവിട്ടവൻ അവിടെ നിന്ന് സൂഹിക്കുന്നു. അവരിതൊന്നും അറിയാണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. കൊറോണ കാരണം കുറേ ആളുകൾ മൾട്ടി മില്യനേഴ്സായി. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പറയുന്ന പോലെ കൊറോണ എന്ന രോഗം വന്നതിൻ്റെ ഫലമായിട്ട് ഈ വേറെ നമ്മുടെ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ കോടിക്കണക്കിനുണ്ടാക്കി. അതിന് കാരണം കേട്ടോ, നിങ്ങൾ അതിൻ്റെ ചെറിയ കണക്ക് കേൾക്കൂ. പിന്നെ എന്തോ പൂനാവാല എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇവിടെ കൊണ്ടുവന്നത്. ആ പൂനാവാലയുടെ കമ്പനി 1 രൂപയുടെ മരുന്ന് അതിന് 500 രൂപ വിലയിട്ട് സർക്കാർ ഏറ്റെടുത്തു, നികുതി പണം കൊടുത്തിട്ട്. എന്നിട്ട് അത് സർക്കാർ ജനങ്ങൾക്ക് 700 രൂപയ്ക്ക് വിറ്റു. പ്രൈവറ്റ് ക്യൂ നിൽക്കാൻ പറ്റാത്തവന്. എന്നിട്ട് മറ്റുള്ളവന് ഫ്രീ ആയിട്ടും കൊടുത്തു. അപ്പോൾ ഇത് ഫ്രീ ആണോ? ഇത് നിങ്ങൾ ഫ്രീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെന്നാ? വിദേശത്ത് ആരും ഇവിടെ ഫണ്ട് ചെയ്തതല്ല. ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇവന്മാർ ഔദാര്യം കാണിക്കുകയാണ്. എന്നിട്ട് പറയാം അത് ഫ്രീ ആണെന്ന്. എന്ത് ഫ്രീ? ഇത് ടാക്സ് ഡിപ്പെൻഡൻറ്റ് കൺട്രിയാണിത്. ജനങ്ങളുടെ നികുതി കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെ റിസോഴ്സ് പ്ലാനിങ് അറിയാവുന്ന ഒരു മണ്ടൻ പോലും ഇല്ല ഈ ഭരണത്തിൽ. ശരിക്കും നികുതി കൊണ്ടല്ല ഒരു അഡ്വാൻസ്ഡ് ഒരു സിവിക് സൊസൈറ്റിയിൽ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. 9.5 മില്യൺ ടണ്ണാണ് ഇവിടുത്തെ കരിമണ്ണ് കിടക്കുന്നത്. ആ കരിമണ്ണിൽ നിന്നാണ് തോറി ഉണ്ടാക്കുന്നത്. അതായത് കേരളം മൊത്തം സുഭിക്ഷമാവാൻ അത് മാത്രം മതി. അത് സാധാരണക്കാരന് തീപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അവൻ ഡിഫൻസ് ലോയിൽ അകത്താവും. നേരെ മറിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പച്ച കൊള്ള നടത്തുന്ന അവിടെ കൊണ്ടുവന്നിട്ട് അവർ മോട്ടിച്ചുകൊണ്ട് പോകുന്നതാണൊക്കെ പകൽ കൊള്ള നടത്തിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ പല കമ്പനികളിലും കൊടുത്ത് അവർ മറ്റ് ടൈറ്റാനിയം ഉൾപ്പെടെ പല പ്രോഡക്ട്സും ആക്കുന്നു. അത് ലക്ഷക്കണക്കിന് വിൽക്കുന്നു. അതിൻ്റെ വിഹിതം മന്ത്രിമാർ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് തട്ടി വിട്ടിട്ട് ഇവിടെ മീൻ ചത്തൊഴുകി. അതെ, മീൻ ചത്തൊഴുകിയപ്പോൾ അവരെല്ലാ മന്ത്രിമാരും വന്ന്, അതും നമ്മുടെ കയ്യിലെ കാശ് കൊണ്ടാണെന്ന് ആലോചിക്കുക. അവരുടെ ഒരു അവലോകനം നടത്തി അവർ ഇതുവരെ നമ്മൾ ചർച്ച പറഞ്ഞു.
അല്ല, പറഞ്ഞാലും ജനങ്ങൾ അറിയണ്ടേ ഇത്? അതെ അതെ, പറയണം സാർ. ജനങ്ങൾ അറിയണം. പറയണം. അതായത് എന്നിട്ട് അവർ അവലോകനം നടത്തി നമുക്ക് 3 ദിവസത്തിനുള്ളിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും. എന്നിട്ട് പിറ്റേന്ന് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് മഴ പെയ്യിച്ചു. എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമില്ല. ജനങ്ങളെ ഇങ്ങനെ വിട്ടികളാക്കാൻ കൊള്ളാവും. ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോ നമുക്കൊരു നിപ്പ എന്ന് പറയുന്ന തട്ടിപ്പ് നിർത്തുക. നിപ്പ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് വീണ്ടും എനിക്ക് ഒരു സംശയം, പാവം ആരോഗ്യമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരെ അവിടെ കൊണ്ട് ഇരുത്തിയേക്കെന്നുള്ളതിനപ്പുറം അവർക്കൊരു പരിമിതിയില്ല. അവരെന്ത് ചെയ്യാൻ പറ്റും മുകളിലെ പ്രഷറിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ? അപ്പോൾ ഇത്തരത്തിൽ മറ്റു ചില സംഘടനകൾ താങ്കൾ പറഞ്ഞ മെഡിക്കൽ മാഫിയയാണ് ശരിക്കും ഇപ്പൊ ഭരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലോകം ഭരിക്കുന്നത്. അവരുടെ ഔദാര്യത്തിലാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ. ശരിക്കും ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോയ നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, അതിന് കുറെ നാൾ കൊറോണ എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് പൂട്ടിയിട്ടു. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പോലീസിനെ ഏൽപ്പിച്ചു. അതിലൊക്കെ ഒരു വളരെ വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്നത്. പോലീസാണോ ഭരിക്കേണ്ടത്? അതെ. ഏതായാലും കുറച്ച് ഡോക്ടർമാരുൾപ്പെടെ വരുമ്പം എയർപോർട്ടിലും അവിടെ ഇവിടെ അറ്റൻഡേഴ്സാണ് നമ്മളെ പനി പരിശോധിച്ചിട്ടിരുന്നത്. അപ്പം മൊത്തത്തിൽ വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തവാദം എന്ന് പറഞ്ഞ കണക്ക് നമ്മളെ ഭ്രാന്തന്മാരാക്കാൻ ചിന്താധാര ഇല്ലാണ്ടാക്കാൻ. നമ്മൾ ഇതിന് സ്വച്ഛന്തമായിട്ട് നിന്ന് ശാന്തമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം കെടുത്തരുത്. അടുത്ത തലമുറയ്ക്കുള്ള ചുരുക്കി പറയണം, അതുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. പറഞ്ഞുകൊണ്ട് അതായത് വരും തലമുറയ്ക്കുള്ളതാണ് ഈ രാജ്യം. അപ്പോൾ അവർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഉള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. ഇതിനൊക്കെ ഈ പറയുന്ന ഒരു അറുതി നമുക്ക് ഉണ്ടാവത്തില്ല. ഇതെന്ന് നമ്മൾ ഉണ്ടാവാനുള്ള പുറപ്പാടാണ്. അതിനാണല്ലോ നമ്മളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഈ ശബ്ദം ഇട്ടുകൊണ്ടിരിക്കുന്നത്. കയ്യിലെ കാശും കളഞ്ഞ് എന്തിനാ നിങ്ങൾ വിളിക്കും വരുന്നത്? എന്നാലെങ്കിലും ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ. ഏതായാലും ഇതിലൊരു സത്യാവസ്ഥയുണ്ട് എന്ന് ജനം ബോധ്യമാകുന്ന കാലം വിദൂരമല്ല എന്ന് വളരെ അടുത്ത് തന്നെയാണ്. നന്ദി, നമസ്കാരം.